പക്ഷേ രാഷ്ട്രീയത്തിലൂടെ നേടിയെടുക്കുന്ന സ്ഥാനമാനങ്ങളിൽ ഇരുന്നു കൊണ്ട് ജനങ്ങളെയാണ് സേവിക്കേണ്ടത്, രാഷ്ട്രീയക്കാരെയല്ല സേവിക്കേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് രാഷ്ട്ര സേവകർ BJP എന്ന് എൻ്റെ നേതാവ് വീണ്ടും വീണ്ടും എടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതും ഭരണ നിർവഹണത്തിലൂടെ എന്നും തെളിയിച്ചു, നിമിഷം തെളിയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സർക്കാരിൻ്റെ ഭാഗമാണ്. ആ ഭാഗം നിന്നുകൊണ്ട് നിങ്ങൾക്ക് ഇതിലും മെച്ചപ്പെട്ട, ഞാൻ അഞ്ചന്മാരെന്നാണ് പറയുന്നത്, ഞാൻ കഴിഞ്ഞ 2 അഞ്ചന്മാരെ മാത്രമേ റെഫർ ചെയ്തിട്ടുള്ളൂ. ലീഡറെ ഒന്നും ഞാൻ ചോദ്യം ചെയ്യത്തില്ല. അങ്ങനെയുള്ള ചില നന്മകളുണ്ടായിരുന്നു, EK നായനാരെ പോലെയുള്ള നന്മകളുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ആ നന്മയുണ്ടോ? ഇനി ആ നന്മയല്ല ആവശ്യം, നന്മ പ്രവർത്തനം വേണം. കഴിഞ്ഞ 5 വർഷവും അതിനു മുമ്പത്തെ 5 വർഷവും നിങ്ങൾക്ക് തൃപ്തിയാണെങ്കിൽ ഒരു കാരണവശാലും എനിക്ക് വോട്ട് ചെയ്യരുത് എന്നാണ്. അതല്ല, ഇതായിരുന്നില്ല ഞങ്ങളുടെ മോഹം, ഇതല്ല ഞങ്ങളുടെ സ്വപ്നം, ഒട്ടുമേ ഇതല്ല ഞങ്ങളുടെ പ്രതീക്ഷ എന്നൊരു ചിന്തയാണെങ്കിൽ എനിക്കല്ലാതെ ഒരാൾക്കും നിങ്ങൾ വോട്ട് ചെയ്യാൻ ഒരു സാഹചര്യവും ഇല്ല. എത്ര എനിക്ക് പറയാൻ, ഞാൻ അവരുടെ ഒന്നും ചുരണ്ടിയും ഉരച്ചും നോക്കാൻ പോകുന്നില്ല. അവരുടെയൊക്കെ രാഷ്ട്ര പ്രവർത്തനം ഉരച്ചു നോക്കാനും മാറ്റി നോക്കാനും ഞാൻ പോകുന്നു. ഇങ്ങോട്ടും വന്നേക്കരുത്. ചർച്ച ആ വഴിക്ക് തിരിച്ചു വിട്ടാൽ നിങ്ങളോടുള്ള ഉത്തരവാദിത്വം നിറവേറ്റിയതിൻ്റെ തൂക്കമെടുക്കപ്പെടും എന്ന് പറയുന്ന ഭയപ്പാടാണ് ഇത്തരം ദുരാരോപണങ്ങൾ, ദൈവത്തിന് നിരക്കാത്ത പ്രവൃത്തികൾ എന്ന് മാത്രം ഞാൻ പറയും. ഇതൊരു വിശദീകരണത്തിന് ഒരു സബ്ജക്റ്റേ അല്ല, വിശദീകരിച്ചതല്ല. ഒരു ലേശമെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾ മാറ്റണം. നിങ്ങൾ അമ്പലങ്ങളിലും പള്ളികളിലും എന്താണ് നേരുന്നത് എന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ എൻ്റെ സത്യവും നിങ്ങൾക്കറിയാം. ഞാൻ നേർന്നത് ചെയ്തു, അതിനെനിക്ക് അവകാശമുണ്ട്. അവരുടെ ഒന്നും പണം എടുത്തല്ല ഞാൻ ചെയ്തിരിക്കുന്നത്, ജനങ്ങളുടെ പണം തിരിച്ചുമല്ല ഞാൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് there is no social audit. It is perfectly and fully and totally my family's emotional right. How can they misdemeanor my emotion, my family's emotion? I never do that. ഞാൻ ഇനി മാസപ്പടി പറഞ്ഞ് ഒരു കുടുംബത്തിനെ ഞാൻ അധിക്ഷേപിക്കണോ? സത്യമല്ലേ അത്? ഞാൻ ചെയ്തിട്ടുണ്ടോ? അത് ജനങ്ങളുടെ പണമാണ്, ചെയ്യട്ടെ. അതുകൊണ്ട് ചർച്ച എന്തായിരിക്കണമെന്ന് മാന്യതയോടെ അവർ തീരുമാനിക്കണം. നിങ്ങൾ ആ മാന്യത അളക്കണം. നിങ്ങളുടെ ഭാവി എങ്ങനെ ആയിരിക്കണമെന്ന് തീരുമാനിച്ചാൽ തീർച്ചയായിട്ടും ഞാൻ വമ്പിച്ച ഭൂരിപക്ഷത്തോടെ, ഇന്നുവരെ ഇവിടെ ഉണ്ടായിട്ടില്ലാത്ത ഒരു ഭൂരിപക്ഷത്തോടെ വിജയിക്കും എന്ന് പറയുന്ന ആത്മവിശ്വാസം എനിക്കുണ്ട്. ആ ആത്മവിശ്വാസത്തിൻ്റെ നീരോട്ടവും ചെന്നീരോട്ടവും മസിലും ഫൈബറും ടിമ്പറും എല്ലാം നിങ്ങൾ തരുന്നത് മാത്രമായിരിക്കും. അത് അകമഴിഞ്ഞ് തരണയെന്ന് ഇവിടെ നിന്നുകൊണ്ട് തൃശ്ശൂർക്കാരോട് മുഴുവൻ, തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിലെ മുഴുവൻ സമ്മതിദായകരോടും അപേക്ഷിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. നന്ദി. അല്ല, അവിടെ തന്നെ നിന്നാൽ മതി, ഞാൻ അങ്ങ് പുറകിൽ വരും. അല്ല, അനങ്ങണ്ട, അവിടെ നിന്നോ, അവിടെ തന്നെ നിന്നോ. നിങ്ങൾ ആരും അനങ്ങണ്ട, അവിടെ നിന്നാൽ മതി, ഫോട്ടോ എടുക്കാൻ.